ഇപ്പോഴാണ് ശരിക്കും കമാൻഡിങ് പവറുള്ള ഹൈക്കമാൻഡായി മാറിയത്. ഇന്ന് രാവിലെ മുതൽ ഈ ചാനലുകളാകുന്ന ചാനലുകൾ മുഴുവൻ അടിക്കുന്ന ഗുണ്ടുകളുടെ തുടർച്ചയാണ് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും. രാവിലെ മുതൽ അടിച്ച ഗുണ്ടുകൾ പ്രകാരം എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഇവിടുത്തെ പ്രശ്നങ്ങൾ അതിരൂക്ഷം, അതുകൊണ്ട് ഖാർഗെയുടെ വീട്ടിൽ രാവിലെ തന്നെ തുടങ്ങി, ഉച്ചയ്ക്കാണ് നടത്താനിരുന്നത്, ഖാർഗെ രാവിലെ തന്നെ അതുകൊണ്ട് ചർച്ച തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ മാറ്റർ ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏതാണ്ട് 4 മണിയോടുകൂടി രാഹുൽ ഗാന്ധി എത്തി. ഇവരെല്ലാവരും ചർച്ച ചെയ്തു, ഒരുമിച്ചിരുന്ന് എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഓരോരുത്തരായി കണ്ട് അവരുടെ കാര്യങ്ങൾ അവരോട് സംസാരിച്ചു. അതിനുശേഷം ഒരുമിച്ചിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന ജനങ്ങൾ തന്ന മാൻഡേറ്റിനെ നിങ്ങൾ നേതാക്കൾ അപഹാസ്യരാകരുത്. അതുകൊണ്ട് മര്യാദയ്ക്ക് പോയി ആദ്യം വെച്ചിരിക്കുന്ന ബോർഡുകളൊക്കെ നിർത്തി ഈ തെരുവിൽ കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ അവസാനിപ്പിച്ച് ആ പണിയൊക്കെ നിർത്താൻ ആവശ്യപ്പെട്ടു. നിർത്തി സംഗതികൾ നിങ്ങൾ ശാന്തമാക്കുക. നിങ്ങൾ വെച്ച ബോർഡുകളാണെങ്കിൽ അത് നിങ്ങളുടെ അനുയായികളെ കൊണ്ട് തന്നെ എടുത്തുകൊണ്ട് കളയിക്കണം. ജനങ്ങളുടെ മാൻഡേറ്റാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് പാർട്ടി കൂടി ആലോചിച്ച് ഉചിതനായ മുഖ്യമന്ത്രിയെ ഉചിതമായ സമയത്ത് പ്രഖ്യാപിക്കും എന്ന് മാത്രമേ ഹൈക്കമാൻഡ് തീരുമാനിച്ചുള്ളൂ. ഇതിനെ സംബന്ധിച്ച് ഒരു ക്ലൂവും ഒരു നേതാക്കൾക്കും ഇല്ല. ഇതിനിടയിൽ കാണിച്ച വാർത്തകളായ വി ഡി സതീശന് മുൻതൂക്കം, പിന്നെ അതുപോലെ KC വേണുഗോപാൽ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. തിരിച്ചിറങ്ങി വന്നപ്പോൾ KC വേണുഗോപാലിൻ്റെ മുഖം സുഖമില്ലാതിരിക്കുന്നു. പിന്നെ VD സതീശൻ്റെ മുഖം സുഖമുള്ള മുഖമായി കാണുന്നു. പിന്നെ അകത്താണെങ്കിൽ VD സതീശൻ പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്യ്, പറവൂർ ഞാൻ രാജിവെക്കാം, അവിടെ KC വേണുഗോപാൽ മത്സരിക്കട്ടെ. ഇതൊക്കെ നമ്മളിലെ പണ്ടാരാണ്ട് പറയുന്നത് പോലെ ഈ നമ്മുടെ പണ്ടിലെ പുസ്തകങ്ങളുണ്ടല്ലോ, ഓരോരോ ഭാവനകൾക്കനുസരിച്ച് കഥകൾ എഴുതി ആളുകളെ സൂചിപ്പിക്കുന്ന പുസ്തകം പോലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ എടുക്കുന്ന സുഖകരമായ സുഖിപ്പിക്കൽ വാർത്തകൾ മാത്രമാണ്. അതിൻ്റെ നട്ഷൽ ഇത്രയേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയും ഖാർഗെയും ചേർന്ന് അവർക്ക് കിട്ടിയ വിവരങ്ങളും ലഭ്യമായ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ആര്, ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കും. ആ തീരുമാനിക്കുന്നതിന് അതിൻ്റേതായ സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കും. ഇതിപ്പോൾ 1 മണിക്കൂർ കൊണ്ടും 2 മണിക്കൂർ കൊണ്ടൊന്നും പുട്ടുകുത്തുന്നത് പോലെ എടുക്കേണ്ട നിർബന്ധ ബുദ്ധി കേരളത്തിലില്ല. ഭരണഘടനാപരമായ ബാധ്യത 23 ദിവസമാണ്. പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 50 ദിവസം എടുത്തു ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ BJP പോലൊരു പാർട്ടിക്ക്. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ പറയുന്നത് പോലെ വളരെ നേരത്തെ തീരുമാനിക്കും. പിന്നെ ഈ ധൃതിയും അഭ്യാസവും എല്ലാം കാണിക്കുന്നത് ഈ മാധ്യമങ്ങളാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളിതൊക്കെ കണ്ട ആവേശ കമ്മിറ്റിക്കാരായി അയാളാണ് മുഖ്യമന്ത്രി, ഇയാളാണ് മുഖ്യമന്ത്രി എന്നും പറഞ്ഞ് ചാടി പുറപ്പെട്ട് ഒരു ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല, ശരിക്കും ഹൈക്കമാൻഡിൻ്റെ ഈ ഡിസിഷൻ വളരെ അഭിനന്ദനാർഹമായ ഡിസിഷനായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങോട്ട് പ്രഖ്യാപിച്ചായിരുന്നെങ്കിൽ പിന്നെ ഇവരെല്ലാം കാത്തു നിന്ന് റോഡിൽ ചേരിതിരുന്ന് പോരാട്ടം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് 2 പക്ഷക്കാരുടെയും 3 പക്ഷക്കാരുടെയും ചെറുപ്പക്കാരൊരു സ്ഥലത്ത് കൂടി നിൽക്കുമ്പോൾ പ്രകടനം നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗാവിളിയൊക്കെ നടക്കും. കല്യാണ വീട്ടിൽ പപ്പടം ഇടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിന് കൂട്ടയടി നടക്കുന്ന കല്യാണങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വന്നേക്കും. അതെല്ലാം വാർത്തകളാക്കി, ലീഗാക്കി, കോൺഗ്രസ് ആക്കി, മറ്റേതാക്കി, മറിച്ചേതാക്കി എന്ന് പറയുമ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മോർച്ചറി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നൽകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഈ വാർത്തകൾ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്, അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ, ഒരു സൂചനയും അവിടുന്ന് ആർക്കും കൊടുത്തിട്ടില്ല. ആരാ കൊടുക്കേണ്ടത്? ഖാർഗെയും രാഹുൽ ഗാന്ധിയോ? അവർ രണ്ടുപേരും ഏതെങ്കിലും ചായക്കടയിൽ പോയി നിന്ന് ചായ കുടിക്കുന്നവരല്ല. അവരിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ സംസാരിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവും ആര് വേണം എന്നുള്ളത്. അവരെങ്ങോട്ടും പോയി ചായ കുടിക്കത്തില്ല, അല്ലെങ്കിൽ കാപ്പി കുടിക്കത്തില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയ വണ്ണിൻ്റെ ചാനലിനെ വിളിച്ച് പറയത്തില്ല, മാതൃഭൂമിയെ വിളിച്ച് പറയത്തില്ല, ആരെയും വിളിച്ച് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഡിസിഷനും നല്ല ചർച്ചയായിരുന്നു. ഇതിനകത്ത് ഏറ്റവും തമാശ ഞാൻ ഈ പറഞ്ഞതാണ്. ഇത് തുടങ്ങിയത് മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവരെല്ലാവരും അകത്ത് കയറി കഴിഞ്ഞ് ഒരാൾക്കും പിന്നെ ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പോഴാണ് ചിലർ പറയുന്നത് KC വേണുഗോപാൽ ചിരിച്ചുകൊണ്ട് അകത്തോട്ട് കയറി മുണ്ട് നന്നായിട്ട് മുറുക്കി ഉടുത്തു എന്നൊക്കെ പറയുന്ന വാർത്തകൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ബോർഡ് നീക്കൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വികാരനിർഭരമായി നിൽക്കുന്നവരെല്ലാം വികാരത്തിൻ്റെ ആ ഓളിയം ഇത്തിരി കുറച്ച് വെച്ച് ശാന്തമായി ഉറങ്ങുക. തീരുമാനം ഉണ്ടാവും.